അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടവരെ ചതിക്കാൻ വേണ്ടി, ബഹുമാനപ്പെട്ടവരെ എങ്ങനെങ്കിലും ഈ ആത്മീയമായ റൂട്ടിൽ നിന്നൊന്ന് പിന്മാറ്റാൻ വേണ്ടാത്ത രീതിയിൽ അവൻ ശ്രമിച്ചിരുന്നു. അവസാനമായി അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഒരു മനുഷ്യരൂപത്തിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ബഹുമാനപ്പെട്ടവരുടെ അടുത്ത കൂട്ടുകാരൻ, അവിടുത്തെ സേവകൻ എന്ന രീതിയിൽ ഞാൻ അങ്ങേ കൂടെ കൂടട്ടെ എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട സേവകനെ രൂപത്തിൽ ഇബ്ലീസ് കുറേ കാലം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കൂടുകയാണ്. ബഹുമാനപ്പെട്ടവർ അത് സമ്മതിക്കുകയാണ്. പക്ഷേ ഇബ്ലീസ് എങ്ങനെയെല്ലാം കുറേ അവസരങ്ങളൊക്കെയും അവരിങ്ങനെ ശ്രമിച്ചു നോക്കി. എങ്ങനെങ്കിലും ഒരു ആത്മീയമായ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിൽ എന്തെങ്കിലും അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്ത ഉണ്ടാക്കാനും കുറേ അവൻ ശ്രമിച്ചിട്ട് പോലും ഒന്നും അവിടെ നടക്കുന്നില്ല. അവൻ്റെ യാതൊരു കുതന്ത്രങ്ങളും അവിടെ വില പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാലങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ തോറ്റു എന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയണം, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിഞ്ഞോ? ഞാൻ ഒരിക്കലും നിങ്ങളെ കൂടെ സേവകനായി വരാൻ കൂടിയവനല്ല. നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, നീ ആദ്യ സമയത്ത് എന്നെടുത്ത് വന്ന സമയത്ത് തന്നെ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നീ കൂടിക്കോ, എനിക്കൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇത്ര കൊല്ലം എന്നെ കൂടെ നിന്നെ ഞാൻ കൂട്ടിയത്. പക്ഷെ ആ സമയത്ത് ഇബ്ലീസ് ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളൊരു അത്ഭുതമാണ്, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ എത്രയോ അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ പിന്മാറ്റിയിട്ടുണ്ട്, എങ്ങനെയെല്ലാം അവരെ ഞാൻ ചതിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു നിമിഷം പോലും അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് പിന്മാറ്റാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് ഇങ്ങനെ പൊക്കിപ്പറയാൻ, ഇങ്ങനെ മദ്ഹ് പറയാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവനോട് ഉദ്ദേശപ്പെട്ട് പറയാണ്, ഒന്ന് ഇവിടെ നിന്ന് പോകണം. എനിക്കറിയാം നീ എന്നെ ഇതുവരെ നിന്റെ വഴിയിൽ ഞാൻ കുടുങ്ങിയിട്ടില്ല. ഇനി ഈ അവസാനം പോകുന്ന സമയത്തെങ്കിലും എന്നെ ഒന്ന് കൊടുക്കാൻ നീ ഇങ്ങനെ പറയുകയാണല്ലോ. അതായത് ആ ഇബ്ലീസ് അവസാന സമയത്ത് അവസാനത്തെ ഒരു ചാൻസും കൂടി അവനിങ്ങനെ പ്രയോഗിക്കുകയാണ്. എന്തേ? ബഹുമാനപ്പെട്ടവരിങ്ങനെ മദ്ഹ് പറഞ്ഞിട്ട് അങ്ങനെ അവരെ കൽബിലൊരു ചിന്ത വന്നതിനോ ഞാൻ തിരക്കേടില്ല, ഞാൻ ഉഷാരാണ്, ഞാൻ ഇബ്ലീസിൻ്റെ വഴിയിൽ നിന്നൊക്കെ പിന്മാറി അവൻ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് ഒരു കിബിർ, ഒരു ഹുങ്കിൻ്റെ ചിന്ത അവിടുത്തെ കൽബിൽ വരുത്താൻ എന്നെ കൊണ്ട് സാധിച്ചാലും ആ ശ്രമത്തിലാണ് ഇബ്ലീസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ സമയത്ത് പോലും ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഉദ്ദേശപ്പെട്ട് അവിടെ നിന്ന് പറയാണ്, നിന്റെ എല്ലാ കുതന്ത്രം എനിക്കറിയാം. നീ ഇപ്പോൾ പറഞ്ഞ എൻ്റെ മദ്ഹ് പറഞ്ഞ് എൻ്റെ പൊക്കി പറഞ്ഞത് അത് എൻ്റെ കൽബിൽ വേണ്ടാത്ത ചിന്ത വരുത്താൻ വേണ്ടിയാണ്. ഒരിക്കലും പോലും ഞാനങ്ങനെ ചിന്തിക്കില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്. എന്ത് പ്രത്യേകതയും എനിക്കുണ്ടെങ്കിലും അതെൻ്റെ റബ്ബ് നൽകിയതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ ജീവിതം. എന്തൊരു ഈമാനാണ്, എന്തൊരു തഖ്വയാണ്, എന്തൊരു ഇഖ്ലാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.